Welcome to Ehela's Tuition. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2018 നടന്ന ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2018 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ ജനറൽ നോളേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം 21ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ളതാണ് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റെസിസ്റ്റർ വിത്ത് കളർ കോഡഡ് വാല്യൂ ഓഫ് 1000 ohms and plus or minus 20% tolerance can have an actual resistance between. അപ്പോൾ റെസിസ്റ്റൻസിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് 1000 ohms ആണ്. അതിന് ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 20% ഉണ്ട്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂയിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ് ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 20% എന്ന് പറയുമ്പോൾ 1000ന്റെ 20%ൽ ഡീവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ 1000ന്റെ 20% എന്ന് പറയുമ്പോൾ 200 ആണ്. അതിൽ പ്ലസ് ഡീവിയേഷൻ ഉണ്ടാവും, മൈനസ് ഡീവിയേഷൻ ഉണ്ടാവും. 1000ൽ മൈനസ് ഡീവിയേഷൻ 200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 800 വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1200 വരും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 800 ohms and 1200 ohms. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റൻസ് color coded with a yellow, violet, orange and silver strips left to right. The resistance and tolerance are. അപ്പോൾ ഇവിടെ കളർ കോഡ് യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, പിന്നെ ഉള്ളത് സിൽവർ ആണ്. നാലാമത്തേത് സിൽവർ ആണ്. അതാണ് അതിൻ്റെ ടോളറൻസ്. അപ്പോൾ സിൽവർ എന്ന് പറയുമ്പോൾ ടോളറൻസിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 10% ആയിരിക്കും. അപ്പോൾ ഇവിടെ ബിയും ഡിയും പ്ലസ് ഓർ മൈനസ് 10% ആണ്. അപ്പോൾ നമ്മൾ കളർ കോഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ യെല്ലോൻ്റെ കളർ കോഡ് നമുക്കറിയാം, യെല്ലോ 4 ആണ്. പിന്നുള്ളത് വയലറ്റ് ആണ്. വയലറ്റിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് വയലറ്റിന്റെ കളറ് 7 ആണ്. അപ്പോൾ 47 into 10 raised to ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ 10 raised to 3. അപ്പോൾ 47 കിലോ ഓം. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 47 കിലോ ഓം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 5 capacitors each 5 microfarads are connected in parallel. The equivalent capacitance will be 5 microfarad ഉള്ള 5 കപ്പാസിറ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ 5 മൈക്രോഫാരഡ് പ്ലസ് 5 മൈക്രോഫാരഡ് അങ്ങനെ 5 പ്രാവശ്യം. അപ്പം ഇതിൻ്റെ ആൻസർ 5 into 5 25 മൈക്രോഫാരഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് ഡയമീറ്റർ ഡി. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് ഡി, അതിൻ്റെ ലെങ്ത് എൽ ആണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് 6 ohm ആണ്. If the diameter of a conductor is halved, diameter എന്തായി, പകുതിയായി, ലെങ്ത്തിനെ നമ്മൾ ഡബിൾ ആക്കി, അങ്ങനെ ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. 6 എന്ന് പറയുന്നത് നമുക്കറിയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ എൽ ബൈ എ ആണ്. അപ്പോൾ റോ എൽ ബൈ എ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്ററിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏരിയ എന്ന് പറയുന്നത്, ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ πr² സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് അല്ല നമുക്കിവിടെ തന്നിട്ടുള്ളത്, റേഡിയസ് അല്ല നമുക്കിവിടെ തന്നിട്ടുള്ളത്, ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്. അപ്പോൾ r is equal to d/2. അപ്പോൾ ഏരിയനെ നമുക്ക് πd/2² എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ റോ എൽ ബൈ എക്ക് വരാൻ നമുക്ക് റോ എൽ ബൈ πd/2² എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ലെങ്ത് എൽ ആണ്, ഡയമീറ്റർ d/2 ആണ്. ഇത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. നമ്മുടെ ലെങ്ത് എന്തായി, എൽ എന്നുള്ള ലെങ്ത് 2l ആയി, ഡയമീറ്റർ എന്തായി, പകുതിയായി. അപ്പോൾ ഡി എന്നുള്ള ഡയമീറ്റർ d/2 ആയി. അപ്പോൾ എന്ത് സംഭവിക്കും, d/2 എന്ന് പറയുമ്പോൾ d/4² ആവും. അപ്പോൾ നമ്മൾ എന്താക്കും, നമുക്ക് d/2നെ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റെസിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എന്താവുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ d/2നെ ഇങ്ങനെ തന്നെ വെച്ച്, ഇതിൽ എക്സ്ട്രാ വരുന്നത് 1/2 ആണ്. അപ്പോൾ 1/2നെ പുറത്തെടുത്ത് അതിൻ്റെ സ്ക്വയറും. അപ്പോൾ റോ ഇൻറ്റു 2l ഡിവൈഡഡ് ബൈ 1/2² 1/4. അപ്പോൾ ഈ 1/4ലെ 4 മുകളിലേക്ക് വരുമ്പോൾ 4 into 2 ആവും. അപ്പോൾ നമുക്ക് 8 into 6. അതാണ് ഇതിൻ്റെ ആൻസർ. 24ന്റെ ആൻസർ 8 6. അടുത്ത ക്വസ്റ്റ്യൻ ദ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ എ കോയിൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ്. കോയിൽ ആണ്, അതായത് ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിലെ ഏത് ഫോമിലാണ് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഇലക്ട്രിക്കൽ ഫീൽഡ് ആയിട്ടാണോ, ഫോഴ്സ് ഫീൽഡ് ആയിട്ടാണോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആയിട്ടാണോ, മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണോ? അപ്പം ഇൻഡക്ടറിൽ ഏത് ടൈപ്പിലാണ് സ്റ്റോർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അടുത്തത് ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്
പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ലീഡ്സ് ബൈ വോൾട്ടേജ് 90 ഡിഗ്രി ആണോ, വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി ആണോ, വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി ആണോ, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആണോ? വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ കേസിലാണ്. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ലീഡ് ലാഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി ആണ്. അടുത്തത് സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺ. സെമി കണ്ടക്ടറിന് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്? സെമി കണ്ടക്ടറിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ദ സ്ട്രെങ്ത് ഓഫ് എ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ കംസ് ഫ്രം. അപ്പോൾ ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് വരുന്നത്? ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആണോ, ഫോഴ്സസ് ബിറ്റ്വീൻ ന്യൂക്ലിയ ആണോ, ഇലക്ട്രോൺ പെയർ ബോൺസ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ ഇലക്ട്രോൺ പെയർ ബോൺസ് ആണ്. അടുത്ത question, if a doping level of a crystal diode is increased, the breakdown voltage. ഡോപ്പിംഗ് ലെവൽ, ഡയോഡിന്റെ ഡോപ്പിംഗ് ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് എന്താണ് സംഭവിക്കുക? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, സെന ഡയോഡ് ഹാസ്. സെന ഡയോഡിന് എത്ര പി എൻ ജംഗ്ഷൻ ആണ് ഉള്ളത്? സെന ഡയോഡാണ്, ഡയോഡിന് ആകെ ഒരു 1 പി എൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർമി ലെവൽ ഫോർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഫെമി ലെവൽ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡോണർ എലമെന്റ് ആണോ, ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണോ, ടെമ്പറേച്ചർ ആണോ, ഇത് മൂന്നും ആണോ? ഇതിന്റെ ആൻസർ all of the above. Fermi level for extrinsic semiconductor depends on donor element, temperature, impurity concentration. അടുത്ത question, what is the maximum power rating for light emitting diode? LED ന്റെ maximum power rating എത്രയാണ്? LED ന്റെ maximum power rating 150 millivolts. അടുത്ത question, transistor is a dash operated device. Voltage ആണോ, current ആണോ, both ആണോ? നമുക്കറിയാം transistor is a current operator devices. അടുത്ത question, the operation of JFET involves. JFET ന്റെ ഓപ്പറേഷനിൽ flow of minority carriers ആണോ, flow of majority carriers ആണോ, recombination ആണോ, none of the above ആണോ? നമുക്കറിയാം recombination വരുന്നത് LED ന്റെ കേസിലാണ്. JFET ന്റെ കേസിൽ വരുന്നത് flow of majority carriers ആണ്. അടുത്ത question, when a transistor are used in digital circuit, they usually operated in the. ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ICs ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അത് ഏത് മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആക്റ്റീവ് റീജിയനിലാണോ, സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് ആണോ, ബ്രേക്ക് ഡൗൺ ആണോ, ലീനിയർ റീജിയൻ ആണോ? അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുമ്പം ഓഫും ഓണും ആണ് വേണ്ടത്. അപ്പോൾ ഓഫും ഓണും വരുന്നത് സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് ആണ്. അപ്പോൾ സാച്ചുറേഷൻ എന്ന് പറയുമ്പം ഓൺ സ്റ്റേജും കട്ട് ഓഫ് എന്ന് പറയുമ്പം ഓഫ് സ്റ്റേജും. അപ്പോൾ നമുക്ക് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. If a 2 millivolt signal produces 2 volt output, what is the voltage gain? അപ്പോൾ voltage gain എന്ന് പറയുമ്പോൾ V out by V in ആണ്. അപ്പോൾ V out 2 divided by 2 millivolt. അപ്പോൾ 2 divided by 2 into 10 raised to minus 3, 2 into മെട്ടിപ്പോം 10 raised to minus 3 മുകളിലേക്ക് വരുമ്പോൾ 1000. അപ്പം 36ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1000 ആണ് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ. Least distortion in the output of a power amplifier occurs in. ഇതിൽ ഏതിലാണ് ഈ പവർ ആംപ്ലിഫയറിൽ ഏതിലാണ് ഡിസ്റ്റോഷൻ ഏറ്റവും കുറവുള്ളത്? അപ്പോൾ ഏറ്റവും ഡിസ്റ്റോഷൻ കുറവുള്ളത് ക്ലാസ് എക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് സി ആംപ്ലിഫയർ efficiency and distortion both are maximum, efficiency and distortion both are minimum, efficiency maximum but distortion minimum. ഇതിൽ ഏതാണ് ആൻസർ വരാന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എഫിഷ്യൻസി ആൻഡ് ഡിസ്റ്റോഷൻ ബോത്ത് ആർ മാക്സിമം. അതാണ് ക്ലാസ് സി. ക്ലാസിന്റെ എഫിഷ്യൻസി ആണ് കൂടുതൽ, അതേപോലെ തന്നെ ഡിസ്റ്റോഷനും കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് എ ജെർമേനിയം ജംഗ്ഷൻ ഡയോഡ്. ജെർമേനിയത്തിന്റെ കട്ട് ഇൻ വോൾട്ടേജ് എത്രയാണ്? 0.3 വോൾട്ട് ആണ് ജെർമേനിയത്തിന് കട്ട് ഇൻ വോൾട്ടേജ്. സിലിക്കണ്ടത് 0.7 വോൾട്ട് ആണ്. Which among the following does not belong the category of LC oscillator? ഇതിൽ ഏതിലാണ് LC ഓസിലേറ്റർ അല്ലാത്തത്? ഇതിൽ LC ഓസിലേറ്റർ അല്ലാത്തത് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ മാത്രമാണ്. ഹാർട്ട്ലി, കോൾപിറ്റ്, ക്ലാപ്പ്, ഇത് മൂന്നും LC ഓസിലേറ്ററിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, why is the practical value of A beta considered to be slightly greater than 1 in oscillators? എന്തുകൊണ്ടാണ് A betaന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്നത് ഓസിലേറ്ററിന്റെ കേസിൽ? അതിന്റെ കാരണം to compensate for non-linearities existing in the circuit. Non-linearitiesനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A betaന്റെ വാല്യൂ കുറച്ചുകൂടെ 1നെക്കാളും കുറച്ചുകൂടെ ആക്കുന്നത്.
അടുത്ത question, the RC network of a Wien bridge oscillator consists of R1 is equal to R2 is equal to 10 kilo ohm and C1 is equal to C2 is equal to 1000 nanofarad. The frequency of oscillation is. അപ്പോൾ ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂം കപ്പാസിറ്റൻസ് വാല്യൂം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഇക്വൽ ടു 1/2π ആണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റർ എന്ന് പറയുന്നത് 10 കിലോ ഓം ആണ്, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1000 നാനോ ഫാരഡ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 × 3.14 × 10 × 10⁻³ into 1000 into 10⁻⁹ നാനോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁹ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ 2 × 3.14 ഉണ്ട്, 10⁻³ ഉം 10⁻⁹ ഉം 10⁻⁶ വരും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, 10⁻⁴ ഉണ്ട്. അപ്പോൾ 10⁻⁶ ഉം 10⁻⁴ ഉം വെട്ടിക്കളഞ്ഞാൽ മുകളിൽ 10⁻² വരും, 10⁻²/6.28. അപ്പം 100/6.28 എന്ന് പറയുമ്പോൾ 15.9 ഹെർട്സ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ 15.9, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസിലേറ്റർ വിൽ ഗിവ് മോസ്റ്റ് സ്റ്റേബിൾ ഔട്ട്പുട്ട് ഓസിലേഷൻ ഫ്രീക്വൻസി? ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഔട്ട്പുട്ട് ഫ്രീക്വൻസി തരുന്ന ഓസിലേറ്റർ ഏതാണ്? നമുക്കറിയാം ക്രിസ്റ്റൽ ഓസിലേറ്ററിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. വിച്ച് നമ്പർ സിസ്റ്റം ഹാസ് ബേസ് 16? ബേസ് 16 ഉള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. Which of this set of logic gates are designed as a universal gate? ഇതിൽ ഏതാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് NOR ആൻഡ് NAND ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ 1 to 4 demultiplexer how many select input lines are required? 1 to 4 demultiplexer ആണ്. അപ്പം 2⁻² ആണ് 4 വരാ. അപ്പം സെലക്ട് ലൈൻസ് 2⁻n ആണ് അതിൽ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. അപ്പോൾ 2⁻² ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെസിമൽ ഇക്വലന്റ് ഓഫ് 1100 11.110 അതിൻ്റെ ഡെസിമൽ ഇക്വലന്റ്. അപ്പോൾ 110011 എന്ന് പറയുമ്പോൾ അതിന് ആൻസർ 51 വരും. പക്ഷേ ഓപ്ഷനിൽ അതില്ല, അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രേ കോഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് 15 ഈസ്. 15ന്റെ ഗ്രേ കോഡ് എന്താണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 15ന്റെ ബൈനറി എന്ന് പറയുന്നത് 15ന്റെ ബൈനറി 1 1 1 1 1 1 ഇതാണ് 15ന്റെ ബൈനറി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഗ്രേ കോഡിലേക്ക് മാറ്റുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ അങ്ങനെ തന്നെ എഴുതും, പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 1ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 0, പിന്നെ 1ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 0, വീണ്ടും 1ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1000 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് സം ഓഫ് പ്രൊഡക്റ്റ്? സം ഓഫ് പ്രൊഡക്റ്റ് ഏതാണ് ഇതിൽ വരുന്നത്? അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ്, രണ്ട് പ്രൊഡക്റ്റിൻ്റെ സം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണുള്ളത്, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അതിൻ്റെ സം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, AB + CD. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെർമിനൽ കൗണ്ട് ഓഫ് മൊഡ്യൂലസ് 10 ബൈനറി കൗണ്ടർ. അപ്പോൾ മോഡുലസ് 10 കൗണ്ടർ എന്ന് പറയുമ്പോൾ 9 വരെയാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 9 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ്. സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്ര മെമ്മറി ഉണ്ട്? അപ്പോൾ നമുക്കറിയാം 1 ബിറ്റ് മെമ്മറിയാണ് ഒരു സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെയ്റ്റഡ് കോഡ്? വെയ്റ്റഡ് കോഡ് അല്ലാത്തത് ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി XS3 കോഡാണ് വെയ്റ്റഡ് കോഡ് അല്ലാത്തത്. The Carnot's map with the 4 variable has 4 variables ആണെങ്കിൽ എത്ര സെൽസ് ഉണ്ടാവും? ഇതിന് ആൻസർ ഓപ്ഷൻ സി 16 സെൽസ് ഉണ്ടാവും. എ കൗണ്ടർ ഈസ് എ കൗണ്ടർ സീക്വൻഷ്യൽ സർക്യൂട്ട്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടർ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോജിക് ഫാമിലി IC ഈസ് ഫാസ്റ്റസ്റ്റ്? ഇതിൽ ഏതാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള IC? അപ്പോൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് IC ECL ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡാഷ് ആഫ്റ്റർ ദ പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ ഇതിൽ ഏതാണ്? ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട് ആഫ്റ്റർ ദ പ്രൊപ്പഗേഷൻ ഡിലേ. അതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ദ അപ്പാമ്പ് ക്യാൻ ആംപ്ലിഫൈ. അപ്പാമ്പിന് എന്താണ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പം അപ്പാമ്പിന് AC സിഗ്നലിനെയും DC സിഗ്നലിനെയും ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ഐഡിയൽ അപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഐഡിയൽ അപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് R1 ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്, ഗെയിൻ ഇൻഫിനിറ്റി ആണ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 ആണ്. അതാണ് ഒരു ഐഡിയൽ അപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആർ യൂസ്ഡ് ഇൻ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
Differential amplifier നമ്മൾ ഉപയോഗിക്കുന്നത് instrumentation amplifier ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. What would be typical value of unity gain bandwidth of SAN for one operational amplifier? അപ്പോൾ 10⁶ ആണ് സാധാരണ നമ്മൾ പറയുന്ന bandwidth. The open loop gain of an op-amp is 10⁵. An input signal 1 millivolt is applied to the inverting input with a non-inverting connected to the ground. The supply voltage is plus or minus 10 voltage. The output of the amplifier will close to be. But the answer is option D ആണ് -10 volt. Which of the following is hardware interrupts? ഇതിൽ ഏതാണ് hardware interrupts? Option A ഇതൊക്കെ hardware interrupts തന്നെയാണ്, B തന്നെയാണ്, C തന്നെയാണ്. അപ്പോൾ option D all of the above. ഇത് തന്നിട്ടുള്ളതൊക്കെ hardware interrupts ന് example ആണ്. അടുത്ത question, which stack is used in 8085? 8085 ൽ ഏത് stack ആണ്? first in first out ആണോ, last in first out ആണോ, first in last out ആണോ? നമ്മൾ 8085 ൽ ഉപയോഗിക്കുന്നത് last in first out stack ആണ്. What does mean by ALU? ALU എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, arithmetic logic unit. The 8051 microcontroller is of dash pin package and dash processor. അപ്പം 8051 ൽ 40 pin package ഉണ്ട്, അത് 8-bit processor ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത question, what is the function of a watchdog timer? Watchdog timerന്റെ function എന്താണ്? Watchdog timerന്റെ function, the watchdog timer is an external timer that resets a system if the software fails to operate properly. അടുത്ത question, which of the following instruction perform as of indirect RAM to accumulator? Indirect RAM to accumulator കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന instruction move A, HR1. അടുത്ത question, when the 8051 is reset and EA line is low, the program counter points to the first program instruction in the external code memory. An alternate function of port pin 3.0 in the 8051 is. അതിന് വേറൊരു ഫംഗ്ഷൻ സീരിയൽ പോർട്ട് ഇൻപുട്ട് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത question, clamper is also known as. clamper നമ്മൾ എന്താ പറയുക? DC restorer എന്നും കൂടെ പറയും. Vestigial type modulation gives low bandwidth. അടുത്തത്, receiving antenna for TV is normally യാഗിയുടെ ആന്റിന. ടിവിന്റെ റിസീവർ ആയിട്ട് നമ്മൾ യാഗിയുടെ ആന്റിനയാണ് ഉപയോഗിക്കുന്നത്. Pre-emphasis is used to improve signal to noise ratio. Option C ആണ് correct answer. അടുത്തത്, sensitivity of a microphone is determined by measuring the output voltage at given sound pressure. Basic principle of producing moving picture is based on illusion of continuity. Principle of Vidicon camera tube is based on photoconduction effect. A pin diode is frequently used as a switching diode for frequency up to gigahertz. അടുത്ത question, for a proper working of a clamper, time constant of the circuit should be large. A UJT has RBB is equal to 10 kilo ohm and RB2 is equal to 4 kilo ohm. Its intrinsic standoff ratio is 0.6. The main purpose of a modulation is to modulation the purpose എന്താണ്? Transmitting low frequency information over long distance efficiently. അതാണ് ഒരു മോഡുലേഷന്റെ purpose. In AM, the power content of a carrier is maximum when M is equal to. M ന്റെ value 0 ആകുന്ന സമയത്താണ് AM ലെ power content കൂടുന്നത്. അടുത്ത question, in the context of IC fabrication, the metallization means. IC fabrication ലെ metallization എന്ന് പറഞ്ഞാൽ forming interconnecting conducting patterns. അതിനാണ് metallization എന്ന് പറയുന്നത്. Interconnecting conducting patterns ഉണ്ടാവുന്നതിനാണ് metallization എന്ന് പറയുന്നത്. Commonly used ICs are, നമ്മൾ ഉപയോഗിക്കുന്ന ICs ഒക്കെ ഓപ്ഷൻ ബി ആണ്, monolithic ആണ്. An audio amplifier IC is an example of audio amplifier. Linear IC example ആണ്. LM317 voltage regulator. What is the minimum value of voltage required between its input and output in order to supply power to internal circuit? എന്താണ് ഇതിന്റെ minimum voltage? 3 volt. അടുത്ത question, what is PSRR value on an ideal op-amp? Ideal op-ampന്റെ PSRR value 0 ആണ്. In PLL, the capture range is always less than the log range. What is the nature of radiation pattern in an isotropic antenna? Isotropic radiation pattern spherical ആണ്.
അടുത്ത question, which among the following is not advantage of rhombic antenna? Rhombic antenna advantage അല്ലാത്തത് ഏതാണ്? ആൻസർ maximum radiated power along main axis. ബാക്കിയൊക്കെ ഇതിന്റെ advantage ആണ്. Rhombic antenna advantages ആണ് requirement of large space, reduced transmission efficiency, wastage of power in terminating resistor. അടുത്ത question, if an antenna draws 12 ampere currents and radiates 4 kilo ohm, then what will be the radiation resistance? Then answer option B ആണ് 27.77 ohm ആണ് radiation resistance ആയിട്ട് വരിക. The general arrangement of PLA is PLA and or structure കൊണ്ടാണ് PLA. Program logic ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Serial access memory at chip level is classed as memory that has shift registers. അടുത്ത question, the FPGA refers to FPGA and full form എന്താണ്? Field Programmable Gate Array. The full form of VLSI. VLSI എന്ന് പറഞ്ഞാൽ very large scale integration. VHDL is being used for എന്തിനാണ് VHDL ഉപയോഗിക്കുന്നത്? ഡോക്യുമെന്റേഷനും വെറിഫിക്കേഷനും ഇതിനൊന്നുമല്ല. ഇതിന് ആൻസർ ഇല്ല. അടുത്തത്, which one of the following has the capability to store the information permanently? Permanently നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റാം ആണോ റോം ആണോ? റാമും റോമും ആണോ? ഇതിൽ റാം എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ മെമ്മറിയാണ്. റോമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത്, ഇതിന്റെ കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സ് ആർ പ്രസന്റ്. എവിടെയാണ് രജിസ്റ്റേഴ്സ് ഉള്ളത്? വിത്തിൻ CPU. അടുത്തത്, the capacity of a memory unit is. Memory unit in the capacity, the number of bytes stored. Speed of data transmission in 4G network of telecom is 100 Mbps to 1 Gbps. അടുത്തത്, the sequence of operation in which pulse code modulation is. ആദ്യം സാമ്പിളിംഗ്, പിന്നെ ക്വാണ്ടൈസിങ്, പിന്നെ എൻകോഡിങ്.